തിളക്കമാർന്ന സൂര്യകിരണങ്ങൾ പോലെ സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പൂക്കളിലെ മനോഹരിയായ ജറബറ തൈയിൽ നിന്നും നമുക്കിന്ന് തുടങ്ങാം. എങ്ങാണ്ട ഒരു നഴ്സറി വിസിറ്റ് നടത്തിയ സമയത്ത് സ്വന്തമാക്കിയതാണ് ഞാൻ ഈ സുന്ദരിയെ. വെളുത്ത കവിളിൽ കുങ്കുമം ചാർത്തിയ പോലെ ചെറിയ ചുവപ്പ് കലർന്ന വെളുത്ത നിറത്തിലുള്ള ഈ ഒരു ജറബറ പൂവ് ഇതെൻ്റെ വീട്ടിൽ വളർത്താൻ വാങ്ങിയ ജറബറ തൈയാണ്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഈ തൈ ലഭ്യമല്ല. അധികം വൈകാതെ തന്നെ നമുക്ക് ജറബറ തൈകളും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആകും. ഒരുപാട് ആളുകളാണ് ജറബറ ചെടിയെ ചോദിച്ച് എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഔട്ട്ഡോറിൽ വെച്ച് വളരെ മനോഹരമായ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. വർണ്ണ മികവ് കൊണ്ടും പൂക്കളുടെ സൗന്ദര്യം കൊണ്ടും നമ്മുടെയൊക്കെ മനം മയക്കുന്ന ശീനിയ പൂക്കൾ. വേനൽക്കാലത്താണ് ശീനിക പൂക്കളുടെ ഒരു ഭംഗി അധികമായി നമുക്ക് കാണുന്നത്. ഈ ഒരു ചെടിക്ക് അത്യാവശ്യം വെയിൽ ആവശ്യമാണ്. വെയിൽ കൊള്ളാത്തിടത്ത് നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിച്ചാൽ നമുക്കിതിൻ്റെ നല്ല കളറ് കിട്ടാത്ത പൂക്കളായാണ് അവർ വിരിയുന്നത്. ശീനിക ചെടിയിൽ ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലൊക്കെ പൂക്കളുണ്ട്. ഒരു ലൈൻ മാത്രം തട്ടുകളുള്ള പൂക്കളും 2 ലൈനായിട്ട് തട്ടുകളുള്ള പൂക്കളും പലവിധ കളറിലും ഒക്കെയായി നമുക്ക് ശീനികപ്പൂക്കൾ ലഭിക്കുന്നുണ്ട്. കമ്പ് കുത്തിയും വിത്ത് നട്ടും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാമെന്നാണ് കേൾക്കുന്നത്. കമ്പ് കുത്തി ഞാൻ ഇതുവരെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. വിത്ത് പാകി ഞാൻ ഇതിൻ്റെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ തൈകളാക്കാൻ വേണ്ടി നമ്മൾ നല്ല വളമൊക്കെ ചേർത്ത് കൊടുത്താൽ ഇവ നല്ല പൂക്കൾ തരുന്ന ചെടികൾ തന്നെയാണ്. കണ്ടില്ലേ, ഒട്ടനവധി തട്ടുകളായിട്ടാണ് ഈ ഒരു പൂവ് കാണുന്നത്. മനോഹരമായ കളറുകളാണ് ഈ ചെടിയെ മറ്റുള്ള ചെടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നടീൽ വസ്തുവായിട്ട് ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറും പെർലൈറ്റും മണ്ണും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശീനിക പൂവ് പോലെ തന്നെയാണ് നിത്യ കല്യാണി എന്നാണ് നമുക്ക് ഈ ഒരു ചെടിക്ക് പറയുന്നത്. നന്ദ്യാർവട്ടം ഇങ്ങനെയൊക്കെ ഇതിന് പേര് പറയുന്നുണ്ട്. അതും ഇവരുടെ കൂടെ തന്നെയാണ് വളർന്നു വരുന്നത്. നന്നായി വളം കൊടുത്താൽ നല്ല പൂക്കളും നല്ല ഹെൽത്തിയായ ലീഫുകളും ഒക്കെയായി വളരെ ഭംഗിയോടെ നമുക്ക് വീടിൻ്റെ ഏതെങ്കിലും ഒരു വെയിലുള്ള ഭാഗം അലങ്കരിക്കാൻ ഈ ഒരു ചെടി തന്നെ ധാരാളമാണ്. അത്രയും മനോഹരികളാണ് ശീനിക പൂക്കൾ. ഇനി അതുപോലെ തന്നെ വെയിൽ കൊണ്ട് വളരാൻ താല്പര്യപ്പെടുന്ന ചെടിയാണ് ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി. പണ്ടൊക്കെ വേലിക്കരികിൽ വളരുന്ന ചെമ്പരത്തിയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് വളരെ വർണ്ണ വൈവിധ്യമുള്ള ചെമ്പരത്തികളാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. ചെമ്പരത്തികളിൽ തന്നെ പലതരം ചെമ്പരത്തികളുണ്ട്. വലിയ ലീഫുകളും ചെറിയ ലീഫുകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയാർന്ന ചെമ്പരത്തികളുണ്ട്. എന്നാൽ 2 കളറുള്ള ചെമ്പരത്തികളാണ് നമ്മളെ മനമയക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അങ്ങനെയുള്ള ചെമ്പരത്തിക്ക്. ചെമ്പരത്തിയും നമ്മൾ ബുഷിയാക്കി വളർത്തണമെങ്കിൽ തണ്ടുകൾ മുറിച്ച് ചട്ടി നിറയെ നട്ടുകൊടുത്താൽ നല്ല ഹെൽത്തിയായി നല്ല ഭംഗിയായി അവ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെയുള്ള വെയിൽ കൊള്ളാൻ ആഗ്രഹിക്കുന്ന ചെടിയാണ് തെച്ചിപ്പൂവ്. ചുവപ്പും മഞ്ഞയും ഒക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. തെച്ചിയുടെ ചെടിയും ഇതുപോലെ തന്നെ പോട്ട് നിറയെ കുത്തിക്കൊടുത്ത് നമ്മൾ ബുഷിയാക്കി വളർത്തുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. ഈ ഒരു പോട്ടിൽ തന്നെ 3ഉം 4ഉം ഇണർപ്പുകളാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ട് മൊത്തമായി വാങ്ങാൻ അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തെച്ചിപ്പൂവ് നട്ടുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വെയിൽ കൊണ്ട് കുറ്റിയായി വളർന്ന് നല്ലവണ്ണം പൂക്കൾ തരുന്ന ചെടികളാണ് തെച്ചിപ്പൂക്കൾ. തെച്ചിപ്പൂക്കളെ നമുക്ക് ഒരിക്കലും ഇൻഡോറായി വളർത്താൻ കഴിയുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഇനി ജറബറയിൽ തന്നെ മറ്റൊരു സുന്ദരിയെ നമുക്ക് കാണാം. നല്ല റെഡ് കളറാണ്. ജറബറയും ഞാൻ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്ത് തന്നെയാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്.
അതേപോലെ വെയിൽ കൊള്ളാൻ ആഗ്രഹിക്കുന്ന ചെടി തന്നെയാണ് നമ്മുടെ റോസാപ്പൂവ്. റോസിനും നല്ല വെയിൽ തട്ടണം, എങ്കിലേ നല്ല ഹെൽത്തി ആയി പൂക്കളൊക്കെ ആയി റോസ് വളരുകയുള്ളൂ. റോസാ ചെടിയെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ബൊഗൻവില്ലയും, നല്ല വെയിൽ കൊള്ളാൻ ആഗ്രഹിക്കുന്ന ചെടിയാണ്. അങ്ങനെ വെയിൽ കൊള്ളാൻ ആഗ്രഹിക്കുന്ന പൂക്കളുണ്ടാവുന്ന ചെടികളെക്കുറിച്ച് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഇനിയും കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.